ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് അത് വാങ്ങിച്ചു. இப்போ இருந்து போயவர் கண்டிப்பா திரும்பி வருவேன். அது எப்போ வருவேன், எத்தனை பேர் வருவேன்னு நமக்கு தெரியாது. ஏதாவது பண்ணலாமா? இல்லைனா நீ சொல்றதும் சரிதான். இனி இங்க தங்க முடியாது. எங்கயாவது போயே ஆகணும். சேட்டுக்கிட்ட அந்த பொண்ணை கொடுத்து அப்படியே போயிட்டே இருக்கணும். அம்மா, அவளோட பைத்தியம் மாறி அதுக்கப்புறம் சேட்டுக்கு அவளை கொடுத்துட்டு போக முடியாது. கொஞ்சம் விலை கம்மி தான் கிடைக்கும். இந்த கண்டிஷன்ல அவளை சேட்டுக்கு கொடுக்கலாமா? அதுதான் நானும் யோசிக்கிறது. இங்க இருந்து போகும்போது அவளை கூட்டிட்டு போக முடியாது. அவ இங்க இருந்து அங்க போகட்டும். போய் அவளை கூட்டிட்டு வா. நம்ம கூட்டத்துல ஒருத்தி இருக்கல, மகளே மகளேன்னு சொல்லிட்டு அவளை போய் கூட்டிட்டு வா. பரவாயில்ல, பயப்பட வேண்டாம். நான் கேளு. அவளை கேட்டு கேட்டு யாரக்கையோ வருது. இங்க பிரச்சனையும் வருது. இனி நமக்கு இங்க தங்க முடியாது. எல்லாம் ரெடி பண்ணுங்க. சரியம்மா. அவள் இனிமே நம்ம கூட இருக்காது. அந்த சேட்டோட ஆளுக இங்க வரும். இந்த கண்டிஷன்ல அவளை கூட்டிட்டு போவேன். உனக்கு புரிஞ்சதா? அம்மா, அது வேணுமா? அவக்கு ஒன்னும் தெரியாது. அவக்கு தெரிஞ்சா என்ன, தெரியாம என்ன? போகட்டும். நாசம். போய் எல்லாம் எடுத்து வைக்க. போடி போடி. சேட்டோட ஆளை நாளை கண்டிப்பா வர சொல்லலாம். அவரே வந்து அவளை கூட்டிட்டு போயதுக்கு அப்புறம் நாம இங்க இருந்து போகலாம். கிடைக்கிறது லாபம். എന്തുറ്റി? ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. നീ സാപ്പിട്. സാപ്പിടമ്മ. വേണമ്മ. അമ്മ ഒരു കാര്യം ചെയ്യാൻ പോവാ. അതിന് മുത്തശ്ശിയുടെ അനുവാദം ഉണ്ട്. അല്ല, എനിക്ക് മനസ്സിലായില്ല. മോളിത് കണ്ടോ? കണിമംഗലത്തെ മരുമകളായി ഞാൻ വന്നതിന്റെ 7-ാം ദിവസം മുത്തശ്ശി എന്നെ ഏൽപ്പിച്ചതാ. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇനി ഈ കുടുംബം നന്നായി നോക്കേണ്ടത് പത്മിനിയുടെ ഉത്തരവാദിത്തമാണെന്ന്. ഇവിടുത്തെ വിലപിടിച്ച സാധനങ്ങൾ വെച്ചിരിക്കുന്ന എല്ലാ അലമാരയുടെയും വിശേഷപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ വെച്ചിരിക്കുന്ന അറയുടെയും താക്കോലുകൾ ഈ കൂട്ടത്തിലുണ്ട്. അമ്മ ഇത് മോൾക്ക് കൈമാറാൻ പോവാ.
അമ്മ ഈ പറയുന്നത്? ഇതെനിക്കോ? അതൊന്നും വേണ്ട. ഇത് അമ്മയുടെ കൈ തന്നെ ഇരുന്നാ മതി. തർക്കിക്കണ്ട കുട്ടി. യോഗ്യതയുള്ള മരുമോള് കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞ എല്ലാ അമ്മമാരും ചെയ്യുന്നതാ. ആ, അല്ല ഞാനിത് പത്മിനിക്കും, പത്മിനി അത് നിനക്കും തരുന്നു. അത്രേ ഉള്ളൂ. അല്ല അമ്മ, ഇത് വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ നിനക്ക് യോഗ്യത ഉണ്ടോന്നാണ് ചോദ്യമെങ്കില് അത് വേണ്ട. എല്ലാം തികഞ്ഞവളായിട്ട് തന്നെയാ അമ്മ നിന്നെ കാണുന്നത്. കണിമംഗലത്തിന്റെ ഐശ്വര്യം നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. ഇത് വാങ്ങിച്ചോ. വാങ്ങിച്ചോ കുട്ടി. ഇത് വാങ്ങിച്ച അന്ന് മുതൽ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടില്ലാന്നർത്ഥം. ഞങ്ങള് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് അത് വാങ്ങിച്ചോ. ദാ. താക്കോല് കൈമാറാൻ പറ്റില്ല. അമ്മ എന്ത് പണിയായി കാണിക്കുന്നത്? അമ്മയ്ക്ക് കുടുംബകാര്യങ്ങൾ നോക്കുന്ന ഭാരമായി തുടങ്ങിയെങ്കിൽ ഈ താക്കോൽ കൂട്ടങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്നെയല്ലേ? കൽപ്പനയല്ലേ മൂത്ത മരുമോള്? പിന്നെ കൽപ്പന ഒഴിവാക്കി ഇന്നലെ വന്ന് കയറി ഇവൾക്ക് കൊടുക്കുന്ന എങ്ങനെയാ? ഇത് എന്റെ ഇഷ്ടോ. ആഹാ, അങ്ങനെ അമ്മയുടെ ഇഷ്ടം മാത്രം ഈ കുടുംബത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. ഓ, ഈ താക്കോൽ കൂട്ടം കയ്യിൽ വെക്കാൻ എനിക്കാണ് അവകാശം. എനിക്കിത് കിട്ടിയേ പറ്റൂ. യോഗ്യതയുള്ള ഒരുത്തി കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടില്ലേ? കൃത്യമായൊരു മേൽവിലാസം ഉണ്ടോ? ജനിച്ചത് ആർക്കാണെന്ന് പോലും അറിഞ്ഞൂടാ. ഉർവശി, മതി. രാധയുമോളുടെ അയോഗ്യതകളാണ് നിനക്ക് പറയാനുള്ളതെങ്കിൽ എനിക്ക് യോഗ്യത പറയാൻ ഒരുപാടുണ്ട്. ഇന്നുവരെ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ടോ? കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിച്ചും അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാന്നല്ലാതെ എപ്പോഴെങ്കിലും ഒരു നല്ല പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുടുംബകാര്യങ്ങൾ ഏൽപ്പിക്കാൻ മൂത്ത മരുമകളെന്നോ ഇളയ മരുമകളെന്നോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരെയും ഒരേ കണ്ണി കണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളത് ആർക്കാണോ അവരുടെ കയ്യിലാണ് ഇത് ഏൽപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ആചാരം. മുത്തശ്ശി, ഇവളെ സഹായിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ആചാരങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയണ്ട. അല്ലെങ്കിൽ തന്നെ ഇതെന്താ രഹസ്യമായ ഏർപ്പാട്? ഇവിടെയുള്ള ഈ കുടുംബത്തുള്ള ബാക്കി ആർക്കും ഒന്നും അറിയണ്ട. അതെ, വരുണും ഏട്ടനും എങ്ങോ കിടക്കുന്ന സൂര്യയും എല്ലാവരും ഇത് അറിയണ്ടേ? നാളെ സൂര്യ തിരിച്ചു വന്ന് അവന്റെ ഭാര്യയെ ഒഴിവാക്കിയതിന് പരാതി പറഞ്ഞ ഏട്ടത്തി എന്ത് ചെയ്യും? സൂര്യ അങ്ങനെ പറയില്ല. ഓ, പ്രത്യേകിച്ചും രാധികയുടെ കാര്യത്തില്.